നമ്മൾ ഇന്നലെ വേവിച്ചതിൻ്റെ ബാക്കി ഒരു മുറി ചക്ക വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിപ്പം നോക്കിയപ്പോൾ നന്നായിട്ട് പഴുത്തിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് അത് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന്. മിക്സിക്കകത്ത് അരച്ച് ചക്ക അരിഞ്ഞ് അരച്ചിട്ട് തേങ്ങയും ഏലക്കയും ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് ഒരു ചക്കയപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മളിതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. എന്നാലും വർഷാവർഷം നമ്മൾ പുതിയ പുതിയ റെസിപ്പികളിടുമല്ലോ. ഇതിപ്പോൾ പുതിയതല്ല, പഴയതാണ്. അപ്പോൾ നമ്മൾ ശർക്കരയില്ല, അപ്പോൾ പഞ്ചസാര ചേർത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ നേരത്തെ ഇട്ട വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയും ശർക്കരയും ഒക്കെ വേവിച്ച് ഒക്കെ വഴട്ടി ഒക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് ചക്കയപ്പം. അപ്പം ഇതെത്ര തണുത്താലും നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ, കട്ടിയൊന്നും ആവത്തില്ല. ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്, അരിപ്പൊടിയല്ല. അപ്പം നമ്മുടെ ചക്കയപ്പത്തിൻ്റെ റെസിപ്പി ഇങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ തേങ്ങയും ഏലക്കയും ഉപ്പും പഞ്ചസാരയും ഗോതമ്പ് പൊടിയും ചക്ക അരച്ചതും കൂടെ ഒന്ന് നല്ലതായിട്ട് കുഴച്ച് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കുഴച്ച് വയണയിലയിൽ ഇങ്ങനെ മടക്കി കുമ്പളെല്ലാം ഉണ്ടാക്കുന്ന റോള് പോലെ ആക്കി നമ്മൾ വെള്ളം അടുപ്പേ വെച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നിരത്തി വെച്ച് അടച്ച് വേവിച്ച് നമുക്കെടുക്കാം. അപ്പം നമ്മുടെ ചക്കയപ്പം വേവിക്കാൻ വെച്ചു, നന്നായിട്ട് വെന്തു. അപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്ത് കാണിക്കുവാന്നേ. നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ടോ ഞാൻ മുറിച്ച് കാണിക്കും. നല്ല സോഫ്റ്റായിട്ടുള്ള ചക്കയപ്പം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കേ.